നമസ്കാരം, ഗുഡ് മോർണിംഗ് ടു ഓൾ. ജിയോ കിച്ചൺ ടൂർ എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡായിട്ട് കുറച്ച് നാടൻ വിഭവങ്ങളും അതും ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് കോണ്ടിനെൻ്റൽ വിഭവത്തിലേക്ക് ഒന്ന് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് കോണ്ടിനെൻ്റലൊന്നും അല്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചിക്കൻ നഗറ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിപ്പോൾ നിങ്ങൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. കോൾഡ് സ്റ്റോറേജിൽ വെക്കാൻ വേണ്ടി ഫ്രീസറിൽ വെക്കുന്നതാണ് ഇത് നഗറ്റ്സ്. ഇത് എടുത്തിട്ട് ഇതിൻ്റെ തണുപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയ്ക്കകത്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് സാധാരണ ഇതിൽ വാങ്ങാനല്ലേ പറ്റുള്ളൂ. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നോക്കുക, ഇതിൻ്റെ പാക്കറ്റിൽ ഇത് നല്ല വിലയുണ്ട്. അപ്പോൾ ഈ പാക്കറ്റിന് തന്നെ 351 രൂപ വിലയുണ്ട്. അപ്പോൾ നല്ല വിലയാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വളരെ ലാഭമല്ലേ. പ്രത്യേകിച്ച് ഇതിന് 500 ഗ്രാമിനാണെങ്കിൽ 351 രൂപ എന്ന് പറയും. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ഇപ്പം ഇത് 500 ഗ്രാം 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ ഞാനത് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. പിന്നെ ഇത് 4 കഷ്ണം ബ്രെഡുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്യും. 4 കഷ്ണം ബ്രെഡുണ്ട്. പിന്നെ ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഐറ്റം ഇതുള്ളത് പാപ്രിക്ക പൗഡർ എന്ന് പറയും. പാപ്രിക്ക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. ഈ ബ്രസീൽ, ചിലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ടാകുന്ന നമ്മുടെ റെഡ് ക്യാപ്സിക്കം അല്ലെങ്കിൽ റെഡ് പെപ്പർ അല്ലെങ്കിൽ യെല്ലോ പെപ്പർ, ഇങ്ങനെ ഇതിൻ്റെ ബീജങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ വിത്തുകൾ എടുത്തിട്ട് അതിനെ പൊടിക്കുന്നതാണ് ഈ പാപ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ആ പാപ്രിക്ക പൗഡർ ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസ് 1 ടേബിൾ സ്പൂണുണ്ട്. പിന്നെ കാഷ്യൂ ഉണ്ട്. കാഷ്യൂ ഒരു 6-7 എണ്ണം ഉണ്ട്. പിന്നെ വൈറ്റ് പെപ്പർ ഉണ്ട്, ബ്ലാക്ക് പെപ്പർ ഉണ്ട്. പിന്നെ ഒരു മുട്ട, അല്പം ടേബിൾ സ്പൂൺ മിൽക്ക് ഉണ്ട്. പിന്നെ ഈ ബ്രെഡ് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ബ്രെഡിൻ്റെ ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പൊടിച്ചെടുക്കും ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ നമ്മൾ ചേർക്കാറുണ്ട്. അത് ഞാനിവിടെ എടുത്ത് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏറ്റവും ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്യേണ്ടതുണ്ട്. സൈഡ് ഈ കറുത്ത ബ്രൗൺ കളറിലുള്ളത് കട്ട് ചെയ്ത് കളയണം. ഇത് നമ്മൾ മിക്സി പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ചെറിയ കഷ്ണങ്ങളാകാം നമുക്ക്. ബ്രെഡ് നമ്മൾ പൊടിച്ചു വെച്ചു. ഇനി അടുത്തതായിട്ട് ചിക്കനാണ്. ചിക്കൻ നമുക്കൊന്ന് മിൻസ് ചെയ്തെടുക്കണം. ഇത് അത്ര അധികം കാര്യമായിട്ട് മിൻസ് ചെയ്യണമെന്നില്ല. ഒന്ന് കോഴ്സ്ലി മിൻസിങ് എന്ന് പറയാം. ഒന്ന് തരിതരിപ്പായിട്ട്. ഇപ്പോൾ ഇറച്ചി ആയതുകൊണ്ട് തരിതരിപ്പെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്രയധികം അങ്ങോട്ട് അരയണമെന്നില്ല. അങ്ങനെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കന് നമ്മൾ മിൻസ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് വലിയ മിക്സി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേണമെങ്കിൽ ആക്കാൻ പറ്റും കേട്ടോ. ഒന്നിച്ച് തന്നെ ഇതെല്ലാം പൊടിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും നമുക്ക് ഈ കാഷ്യൂ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ കാഷ്യൂ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പൊടിച്ചിടുന്നതുകൊണ്ടാണ് അത് ആദ്യം ചേർത്തത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇതൊരു 1/2-3/4 ടീസ്പൂണ് വെച്ച് ചേർക്കാം. ഈ ജിഞ്ചറാണ്.
അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ള നമ്മുടെ പാപ്രിക്കയാണ്. പാപ്രിക്ക പൗഡർ 1 ടീസ്പൂൺ. ഇത് നമ്മുടെ സോയാ സോസാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വൈറ്റ് പെപ്പറാണ്, വെള്ള കുരുമുളക് പൊടി, പിന്നെ ബ്ലാക്ക് പെപ്പർ ഇടണം, അത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കുഴയ്ക്കുക എന്നുള്ളൊരു പണിയാണ് ഇത് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് നന്നായിട്ട് നീഡ് ചെയ്യുക, കുഴയ്ക്കുക. നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ. നന്നായിട്ട് കുഴയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി നീഡ് ചെയ്യുക എന്ന ഇംഗ്ലീഷ് പറയുന്നത്. നീഡിങ് നമ്മളെ ബ്രെഡിനും ഇതിനൊക്കെ നമ്മൾ കുഴയ്ക്കുമല്ലോ, അതേമാതിരി നീഡ് ചെയ്യുക. നന്നായിട്ട് കുഴച്ചതിൻ്റെ മിക്സി ചേർക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇത് സ്ക്വയറായിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കും. അപ്പോൾ അത് നമ്മൾ ഒന്ന് ചെയ്യുന്നതിന് നമ്മൾ മുട്ടയും പാലും ചേർത്തിട്ടൊരു മിക്സ് തയ്യാറാക്കേണ്ടതുണ്ട്. 1 മുട്ട മതി ഇതിന്. പിന്നെ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ഒരു പരന്ന പലകയിൽ ഇതൊന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇത് 1/2 കിലോ ചിക്കനാണ്. 1/2 കിലോ ചിക്കന് കുറച്ച് ആയിട്ടുണ്ടാക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ആകാം. അതനുസരിച്ച് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ചാൽ മതി. ബ്രെഡ് ക്രംസ് നമ്മൾ റൊട്ടിപ്പൊടിക്ക് വേണ്ടി പച്ച റൊട്ടിയുടെ ബ്രെഡിൻ്റെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അത് കഷ്ണങ്ങളാക്കി ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ ഈ സ്ക്വയറായിട്ട് കട്ടി വെച്ചിരിക്കുന്ന ഈ കഷ്ണങ്ങൾ നമ്മളിനി ഷേപ്പ് വരുത്തിച്ചതിന് ശേഷം നമ്മൾ ഈ എഗ്ഗ് മിക്സിലൊന്ന് മുക്കിക്കഴിഞ്ഞ് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇതിനെ കോട്ട് ചെയ്യണം. എന്നിട്ടിങ്ങനെ വെക്കുക. അങ്ങനെ നമ്മൾ ഇത് ബ്രെഡ് ക്രംസ് എല്ലാം കോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് ഡ്രൈ ഫ്രൈ ചെയ്യാം. വ്യത്യാസമൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഈ എയർ ഫ്രയറിൽ പരീക്ഷിക്കണമെന്നില്ല. ഞാൻ ഇന്നലെ പരീക്ഷിച്ച് നോക്കിയതാണ്. എയർ ഫ്രയറിൽ ഇത് അത്ര ശരിയാവുന്നില്ല. എണ്ണയിൽ ഡീപ് ഫ്രൈ മാത്രമേ ഇത് അത്ര ശരിയാവുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് സാധനം നമുക്ക് അന്നേരം തന്നെ ഉണ്ടാക്കണമെന്നില്ല. ഇത് നമുക്ക് ഇതിന് എടുത്തിട്ട് ഫ്രീസറിൽ നമുക്ക് ഡീപ് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡീപ് ഫ്രീസറിൽ ഇത് സൂക്ഷിക്കാൻ നമുക്ക് ഇതേമാതിരി ഈ ഒരു പേപ്പർ ഞാൻ വാങ്ങിച്ചിരിക്കാൻ ബേക്കിംഗ് പേപ്പറാണ്. അല്ലാണ്ട് വേറെ ഏതെങ്കിലും പേപ്പർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഓയിൽ പേപ്പറായിട്ടുള്ള പൊട്ടി പിടിക്കാതിരിക്കാനുള്ള. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കും. ഇപ്പോൾ ആർക്കെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം പോയി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മുകളിലിങ്ങനെ വെക്കാം. അടുത്ത ട്രിപ്പ് കയറ്റാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് നമ്മൾ നേരെ ഫ്രീസറിലോട്ട് കയറ്റുക.
നമ്മൾ കടായിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുന്നുണ്ട്. ചൂടായതിനു ശേഷം നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം കുറയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം, ഒരു മീഡിയം വെക്കാം. നമ്മൾ ഏകദേശം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. ഞാൻ പറഞ്ഞതിൽ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, അല്ലെ കരിഞ്ഞു പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞ പോലെ ഫ്ലെയിം നമ്മൾ തീരെ കുറയ്ക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കാരണം തീരെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഇറച്ചിയല്ലേ, ചിക്കനല്ലേ, ചിക്കൻ വേവാനുള്ള ഒരു സമയം കൂടി ഇതിനകത്ത് നമ്മൾ കൊടുക്കണം. കൊടുത്തിട്ട് വേണം ഇതെടുക്കാൻ. ഇനി നമുക്ക് വേവുന്ന അനുസരിച്ച് എടുക്കാം, ഫ്രൈ ആവുന്ന അനുസരിച്ച് നമുക്ക് എടുത്ത് മാറ്റാം. ഞാൻ ഒരു കമ്പനി മെയ്ഡ് നഗറ്റ്സ് കൂടി ഇതിലിട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാണ് കമ്പനി മെയ്ഡ് നഗറ്റ്സ്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഡീപ്പ് ഫ്രയർ എയർ ഫ്രയർ തീരെ പരീക്ഷിച്ച് നോക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടില്ല. ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ മാത്രമേ ഇതേമാതിരി കിട്ടുകയുള്ളൂ. എയർ ഫ്രയറിൽ അങ്ങനെ കിട്ടില്ല. അത് ഉറപ്പായിട്ട് ഞാൻ ഇന്നലെ പരീക്ഷിച്ച് നോക്കി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന് പരീക്ഷിക്കാൻ പോകണ്ട, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഫെയിലാകും. അപ്പോൾ ഡീപ് ഫ്രൈ തന്നെ ഇതെടുക്കണം. അതാണ് ഇതിന് കമ്പനി ആണെങ്കിലും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് എത്രയോ ലാഭകരമായിട്ടുള്ള സാധനമാണ്. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനം നിങ്ങൾ തനതാനം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഭയങ്കര ലാഭമല്ലേ. അത് തന്നെയല്ല, നിങ്ങൾക്കൊരു നല്ല പേരും ഉണ്ടാകുന്നതല്ലേ. നഗറ്റ്സ് ഒക്കെ പുറത്തുനിന്ന് മാത്രം ഈയിടെ അധികം നാളായിട്ടില്ല, ഇവിടെയൊക്കെ പ്രചാരത്തിലായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ നല്ലതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ പരിചയമുള്ളവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് നോക്കി ചെയ്യുക. വലിയ പ്രയാസമൊന്നുമില്ല, വളരെ നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതുമാതിരിയുള്ള പല വിഭവങ്ങളും കൊണ്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടേതായ ആത്മാർത്ഥമായ പ്രോത്സാഹനം ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരോടും യാത്ര പറയുകയാണ്. ഗുഡ് ബൈ ടു യുവർ. ജയ് ഹിന്ദ്.